പീഡിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്തു ആര്യ എന്ന മേയർ. റോഡിൽ തടഞ്ഞു നിർത്തി അവർ ക്രൂരമായി പീഡിപ്പിക്കുക മാത്രമല്ല, അവന്റെ പേരിൽ ഒരുപാട് കേസുകൾ എടുക്കുകയും അവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ശക്തമായ നിലപാടുകൾ അവർ സ്വീകരിക്കുകയും ചെയ്തു. പണി വരുന്നുണ്ട് അവറാച്ചാ. പിണറായി വിജയൻ ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ കേരളത്തിലെ BJP-കാരും കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും ആ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഹായ് ഒരുവൻ, അരുൺകുമാർ പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പിണറായി വിജയന് യാതൊരു ബന്ധവുമില്ല. ബന്ധമുള്ളത് സോണിയാഗാന്ധിക്കാണ്. സോണിയാഗാന്ധിയെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുമെന്നാണ് അരുൺകുമാർ പറയുന്നത്. അതായത് പിണറായി വിജയൻ്റെ ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇതൊക്കെ AI എന്നാണ് അരുൺകുമാർ പറയുന്നത്. ഇതൊക്കെ സോണിയാഗാന്ധി പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. അപ്പോൾ അരുൺകുമാർ പറഞ്ഞ കാര്യം സൈഡിൽ വെച്ചുകൊണ്ട് അരുൺകുമാറിനുള്ള ചുട്ട മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന 3 കാര്യം. 1, VD സതീശൻ ഒരു മരണ വീട്ടിൽ പോയി സെൽഫി എടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? തെളിവടക്കം വെച്ചിട്ട് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പറയാം. ഓക്കെ. അതിനുശേഷം ഒരു KSRTC ബസ് ഒരു ലോറിയെ ഇടിച്ചു പോവുകയാണ്. എന്താണ് സംഭവം? അതിൻ്റെ വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ച് തരാം. പിന്നീട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന് 8ന്റെ പണി കിട്ടാൻ പോവുകയാണ്. ആര്യ രാജേന്ദ്രൻ ഉറപ്പായിട്ടും ജയിലിൽ പോകാൻ പോവുകയാണ്. എന്താണ് സംഭവം എന്നല്ലേ ഒരു സഹോദരൻ പറയുന്നുണ്ട് അവിടെ നടന്ന നിലവിൽ പറഞ്ഞ കാര്യം. അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം കാണണം. അതായത് നമുക്ക് CPM-ന്റെ കോട്ട എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, കണ്ണൂർ പോലുള്ള ചില സ്ഥലങ്ങൾ, അവിടെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് കാരണമല്ലേ? അരുൺകുമാറാണ് കാരണം. എന്താണെന്നല്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ ക്ലിയർ ആയി പറഞ്ഞുതരാം. ഓക്കെ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സ്വർണ്ണക്കള്ളനെ കൂട്ടായിരുന്നത് കോൺഗ്രസ് ആണെന്ന് അറിഞ്ഞും പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കേട്ടോ നിങ്ങൾ? അതായത് ഇപ്പോൾ CPM വെറുതെ ഇങ്ങനെ ഒരു പാട്ട് ഇറക്കുകയാണ്. സ്വർണം കട്ടത് കോൺഗ്രസ് ആണ്, സോണിയാഗാന്ധിയാണെന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വെറുതെ സമരം നടത്തുകയാണ്. അതായത് യുവമാർക്ക് അറിയാം പിണറായിയും സംഘവുമാണ് ഈ കൊള്ള നടത്തിയത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും സോണിയാഗാന്ധിയുടെ തലക്കെടുകയാണ്. ആരെന്നല്ലേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഏതോ ഒരു സമയത്ത് എന്തോ ഒരു വിഷയം സംസാരിക്കാൻ ഇപ്പോൾ പോകൂലേ വലിയ ആൾക്കാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിലാണെങ്കിലും അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ ഏതോ ഒരു സമയത്ത് 2005-ലോ 2006-ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും എവിടെയോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനെ അരുൺകുമാർ കൊണ്ടുവന്ന് പറയുകയാണ്, നോക്കൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ ഫോട്ടോയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സ്വർണം കക്കാൻ പറഞ്ഞത് സോണിയാഗാന്ധി എന്ന് അരുൺകുമാർ വെറുതെ വാർത്ത കൊടുക്കുകയാണ്. അതിനുശേഷം CPM വലിയൊരു ഉത്തരവിടുകയാണ്. CPM-ന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും എല്ലാ ദിവസവും ഇങ്ങനെ സോണിയാഗാന്ധിയാണ് സ്വർണം കട്ടത് എന്ന് വെറുതെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ MV ഗോവിന്ദൻ കൊടുക്കുന്നു. എന്താണല്ലേ നാണമുണ്ട് അരുൺകുമാറെ. അരുൺകുമാറിനോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. അരുൺകുമാറെ, നീ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലക്കെത്തിയത്. ഞങ്ങൾക്കറിയാൻ പറ്റും. ഈ ഒരു യൂട്യൂബ് മാനേജ് ചെയ്യുമ്പോൾ എത്ര കഷ്ടപ്പാടുണ്ട്. എഡിറ്റ് ആക്കാനും ഒരു കണ്ടന്റ് പിടിക്കാനും ഇങ്ങനെ പ്രസന്റ് ചെയ്യാനും നല്ലോണം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അരുൺകുമാറിനോട് പറയുകയാണ്, നീയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അരുൺകുമാർ ഈ നിലക്കെത്തിയത്. എന്തിനാണ് അരുൺകുമാറെ ഇല്ലാത്ത ഫേക്ക് വാർത്ത കൊടുക്കുന്നത്? നിന്റെ ഇമേജ് നീ എന്തിനാണ് അരുൺകുമാറെ കളയുന്നത്? അപ്പോൾ അരുൺകുമാർ ഇന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് നമുക്ക് അരുൺകുമാറിന് മറുപടി കൊടുക്കാം. അതിനുശേഷം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് എല്ലാം ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ. പണി വരുന്നുണ്ട് അവറാച്ചാ എന്നുള്ളതാണ്. പരളിപ്പാട്ടൊക്കെ പാടി നടന്ന ആളുകളും ചോദ്യമുനയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്ന സൗഹൃദം ഉണ്ടല്ലോ, അത് രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗഹൃദമേ ആയിരുന്നില്ല. അയാൾക്ക് BJP-യുമായിട്ട് ഒരു MLA-യുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. കോൺഗ്രസിലെ തന്നെ 2 പ്രധാനപ്പെട്ട ജനപ്രതിനിധികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. CPM-ലെ തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായിട്ടും ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളുമായിട്ടും അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ഇടാപോടാ ബന്ധമുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ബന്ധത്തിലേക്കൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അരുൺകുമാർ, നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. അതായത് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലേ? ആദ്യം അരുൺകുമാർ പറഞ്ഞത് അത് AI ഫോട്ടോ എന്നാണ്, ആരോ ഒരാൾ നിർമ്മിച്ച ഫോട്ടോ എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. നിലവിൽ അത് പൊളിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ അത് പൊളിച്ചപ്പോൾ അരുൺകുമാർ പറയുകയാണ്, അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടാപോടാ ബന്ധമാണ്, അത് എല്ലായിടത്തുമുണ്ട്, പിണറായി വിജയനോട് മാത്രമല്ല എന്ന്. നാണമുണ്ടോ അരുൺകുമാറെ? നിന്നെപ്പോലുള്ള വലിയ അതായത് എന്തു നല്ല വർത്താനാണ് അരുൺകുമാറിൻ്റെ വർത്താനം, പറയാനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അറിയുന്ന അരുൺകുമാറെ, നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കുന്നത്? പൈസ ആവും അരുൺകുമാറെ. 3 ദിവസത്തെ ദുനിയാവാണ് അരുൺകുമാറെ. നല്ലത് പറഞ്ഞിട്ട് ജീവിക്കുക. വീണു വി ജോണിനെ പോലെ. വീണു വി ജോൺ എന്തെങ്കിലും കളവ് പറയുന്നുണ്ടോ? ഇല്ല.
പൈസക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അരുൺകുമാർ? അത്യാവശ്യം സാലറി നിനക്ക് റിപ്പോർട്ടറിൽ നിന്ന് കിട്ടുന്നില്ല അരുൺകുമാറെ. പിന്നെ പിണറായിയുടെ കോടി നിനക്ക് എന്തിനാണ് അരുൺകുമാറെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ടോ നോക്കാം. അയാളുടെ അവിടുത്തെ ജോലി അനൌദ്യോഗികമായ അയാൾ ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന പദവി ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കും, സ്പോൺസർ ഉണ്ടെന്ന് ചോദിക്കും. ഇയാൾ കമ്മീഷൻ അടിസ്ഥാനത്തിൽ സ്പോൺസർമാരെ ഒപ്പിച്ചു കൊടുക്കും. ഗോവർദ്ധൻ, കൽപേഷ്, അങ്ങനെ എത്ര പേരുകൾ. ജയറാം അടക്കമുള്ള സിനിമാ താരങ്ങളുമായിട്ടും ഇയാൾക്ക് അടുത്ത ബന്ധമല്ലേ ഉണ്ടായിരുന്നത്? അങ്ങനെയല്ലേ ഈ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ പാളികൾ പൂജിക്കുന്ന സാഹചര്യം ഉണ്ടായത്? എന്താ അല്ലേ, അതായത് അത് AI ഫോട്ടോ അല്ല എന്ന് തെളിയുമ്പോഴാണ് അരുൺകുമാർ ഇങ്ങനെ പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഞങ്ങൾക്ക് പിണറായിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു സ്പോൺസർഷിപ്പിൻ്റെ ബന്ധം മാത്രമാണ്. എന്തെങ്കിലും ഒരു സ്പോൺസറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിക്കും, ആ ബന്ധമെന്ന്. അപ്പോൾ ആദ്യം നീ പറഞ്ഞത് AI എന്ന്, അതെവിടെ പോയി? എന്താണ് അരുൺകുമാറെ? കോടികളാണ് വരുന്നത്, അതാണ് അരുണേ. സത്യം പറഞ്ഞാൽ ചിരിയാണ് അരുൺകുമാറെ വരുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കടത്തിന്റെ കാര്യത്തിൽ കിടക്കണിയിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ വ്യക്തമായ കണക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം ഇന്ന് കടക്കണിയിൽ നിൽക്കുന്നത്. അതിന് തൊട്ടുമുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളേതാ? BJP JDU ഭരിക്കുന്ന ബീഹാറുണ്ട്, ജമ്മു കാശ്മീരിലാണ് 1ാം സ്ഥാനത്ത്, രാജസ്ഥാൻ 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അരുൺകുമാർ പറയുന്നത് കേരളം കടത്തിലല്ല എന്ന്. അരുൺകുമാറിനോട് ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾ കൊടുക്കുന്ന നികുതി പൈസ എവിടെ പോയി? പിണറായി വിജയൻ ഇവിടെ വികസനം എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തിട്ടില്ല, അതറിയോ അരുൺകുമാറെ? അതായത് പിണറായി വിജയന് ഖജനാവിൽ നിന്ന് മകളുടെ കേസിനാണ്, ED കേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. പിണറായി വിജയൻ്റെ മകൾ ഒരു കേസിൽ കുടുങ്ങിയത്, ആ കേസിനാണ് മുഴുവനും പൈസയും ചെലവഴിച്ചത്, മരുമകനും കൊടുത്തു. അതായത് വികസനം എന്ന് പറയുന്ന ഒരു സാധനം പിണറായി ചെയ്തിട്ടില്ല. പിന്നെ മകൾക്കും മരുമക്കൾക്കൊക്കെ കൊടുത്ത് അവസാനം കടം മേടിക്കുകയാണ് പിണറായി വിജയൻ. അതിനുശേഷം 14ാം സ്ഥാനത്ത് ഉള്ളതല്ലേ എന്ന് പറയുകയാണ് അരുൺകുമാർ. എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് പിണറായി ഒരു കടാക്കിയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്തെങ്കിലും ഒരു വികസനം പിണറായി വിജയൻ്റെ, CPM-കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു വികസനമുണ്ടോ പിണറായി വിജയൻ്റെ? ഒന്ന് കാണിത്തരണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഏറെക്കാലം കോൺഗ്രസ് ഭരിച്ച പഞ്ചാബ്, ആം ആദ്മി പാർട്ടി ഭരിച്ച പഞ്ചാബ് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കടക്കണിയിൽ കേരളം 14ാം സ്ഥാനത്താണ്. ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പോൾ മറുഭാഗത്തെ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്നു കേരളം എന്നുള്ള പ്രചരണത്തിനും വാസ്തവമില്ല. ഇത് എന്ത് 14ാം സ്ഥാനം? ഒരു സ്ഥാനമല്ലേ അരുൺകുമാറെ? അതായത് നല്ലൊരു ജനനായകനാണെങ്കിൽ ഓക്കെ, പെൻഷനും കാര്യങ്ങളും എല്ലാം ക്ലിയറായി കൃത്യമായി കൊടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ഓക്കെ. പെൻഷനൊക്കെ കൊടുക്കാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പാണ്. 9 വർഷം പിണറായി വരുത്തം മുക്കുന്നാണ് പൈസനൊക്കെ. നാണമുണ്ടോ അരുൺകുമാർ? നിന്റെ PR ചെലവൻ, അതായത് അരുൺകുമാറിന് തന്നെ ഒരു മിനിമം ഒരു 25-30 കോടി കുറഞ്ഞത് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വാക്കിന്. അപ്പോൾ നമുക്ക് എന്താണ് VD സതീശൻ്റെ സെൽഫി വിവാദം, അത് ജസ്റ്റ് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, പിണറായി വിജയൻ ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ കേരളത്തിലെ BJP-കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ആ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? എന്താണ് കാരണം? എന്ത് പിണറായി VD സതീശൻ എന്താണ് ചെയ്തത്? ഇവൾ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ഞാൻ മർമ്മത്തിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, ഇത് കല്യാണത്തിനോ പാലുകാച്ചിനോ പോയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സെൽഫി എടുക്കാൻ നിന്ന് കൊടുക്കുന്നതല്ല. ഇതൊരു മരണ വീടാണ്. മരണപ്പെട്ടത് വേറെ ആരുമല്ല, മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടന്റെ അമ്മയാണ്. ഇനി ഇത് കണ്ടിട്ട് ചിലർ ചോദിക്കും, എന്താണ് ഇതിൽ ഇത്ര തെറ്റെന്ന്. അല്ലെങ്കിലും എന്താണ് ഇതിൽ തെറ്റ്? ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് VD സതീശനെങ്ങാനും കൈ തട്ടി കഴിഞ്ഞാൽ പറയും, ഒരു സെൽഫി എടുക്കാൻ വന്നപ്പോൾ VD സതീശൻ കൈ തട്ടി. ബ്രേക്കിംഗ് ന്യൂസ് ആവും, ഏഷ്യനെറ്റിലടക്കം വരും, റിപ്പോർട്ടറിലടക്കം വരും, മൊട്ട ഹെഡ്ലൈൻ കൊടുക്കും. VD സതീശൻ്റെ വൃത്തികേട് കണ്ടോ, അത് മരണ വീടാണ്, VD സതീശൻ അങ്ങനെ പറഞ്ഞതൊന്നും പറയില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ സെൽഫി എടുക്കാൻ വന്നപ്പോൾ VD സതീശൻ തടഞ്ഞു എന്ന് യവന്മാർക്ക് വാർത്ത കൊടുക്കാം. എന്തൊരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇത്, മൊത്തത്തിൽ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. VD സതീശൻ എങ്ങാനും നിന്ന് കൊടുത്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുകയാണ്, VD സതീശനെ പോലെ വലിയ വലിയ നേതാക്കളെ കാണാൻ കിട്ടുന്നത് മരണ വീട്ടിലാണ്. പിന്നെ പാവങ്ങൾക്കൊരു ആഗ്രഹം തോന്നൂലല്ലോ സെൽഫി എടുക്കാൻ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ചെയ്യുമ്പോൾ ഇത് പലർക്കും തെറ്റായിട്ട് തോന്നില്ല. നേരെ മറിച്ച് ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാനെ? അല്ലയോ പിണറായി, നിങ്ങൾക്ക് മര്യാദ എന്നൊന്നില്ലേ? VD സതീശനും പിണറായി സാറെന്നാണ് ഇവൾ പറഞ്ഞത്. അപ്പോൾ പിണറായി സാറ് ചെയ്ത ഒരു സെൽഫി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് മരണ വീട്ടിലാണ്. പിണറായി സാറ് അതായത് ഒരു മരണ വീട്ടിലും അല്ലാതെ ഒരു ചങ്ങായി പാവം സെൽഫി എടുക്കാൻ പോകുമ്പോൾ പിണറായി ചെയ്തതെന്ന് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം. അവന്റെ ഒരു മൂവിയിൽ കണ്ടോ? നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ അല്ല ചിരി വരുന്നുണ്ട് ഇവറ്റകളുടെ ഒരു അഹങ്കാരം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മരണ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ സെൽഫി ഒക്കെ എടുക്കുന്നത്. അത് പിന്നെ അന്തിച്ചർച്ചയാകും, സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറും, എന്തൊക്കെ നടന്നാനെ ആർക്കും ഒന്നും
ഒന്നും പറയാനില്ല. അതാണ് വ്യത്യാസം. എന്തായാലും ഒരു മരണവീട്ടിൽ നിൽക്കുമ്പോൾ സാമാന്യ മര്യാദ കാണിക്കാമായിരുന്നു പുള്ളിക്ക്. ഒന്നില്ലെങ്കിലും ആളൊരു പൊതുപ്രവർത്തകനാണ്, അതിലപ്പുറം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ആ സെൽഫി എടുക്കാൻ വന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഇതൊരു മരണവീടാണ്, അതിന്റെ മര്യാദ കാണിക്കണമെന്ന്. ഞാനൊരു കാര്യം പറയുകയാണ്, ആ സെൽഫി എടുക്കാൻ പോയത് SFI കാരനായിരിക്കും. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സെൽഫി എടുക്കുന്നതടക്കം വീഡിയോ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ സതീശനെങ്ങാനും കൈ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇല്ലെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സാറേ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് അത് വീഡിയോ ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോ ആര് ചെയ്യാനാണ്? അതായത് VD സതീശൻ സെൽഫി എടുക്കുന്നത് വേറെ ഫോണിലൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്. VD സതീശനെങ്ങാനും മരണ വീടാണ് കൈ മാറ്റി കഴിഞ്ഞാൽ അത് മരണ വീടാണ്, ഒന്നും എല്ലയോ മുക്കിയിട്ട് VD സതീശൻ ചെയ്തത് കണ്ടോ എന്ന് വെൽ പ്ലാനഡ് ആയിട്ട് സഖാക്കൾ കളിക്കുന്ന കളിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അല്ലെങ്കിലും ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്, സമയവും സാഹചര്യവും നോക്കാതെ ഫോണും പൊക്കിക്കൊണ്ട് ചെല്ലും. ഇനി ഇത് വെളുപ്പിച്ചുകൊണ്ട് കുറെ എണ്ണം വരും. ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോൾ പുള്ളി പിന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇതൊരു കല്യാണ വീടല്ല, അതൊരു മരണ വീടാണ്. അവിടെ പോയി നിന്നിട്ടല്ല ചിരിച്ച് സെൽഫി എടുക്കേണ്ടത്. തൊട്ടതിനും പിടിച്ചതിനും പിണറായി വിജയനെ കളിയാക്കിയും പുച്ഛിച്ചും നടക്കുമ്പോൾ സ്വയം ഒന്ന് നന്നാവാൻ ശ്രമിക്കും പ്രതിപക്ഷ നേതാവ്. എടി ഒരു കാര്യം പറയുകയാണ്, ഞാൻ നേരത്തെ പിണറായിയുടെ ഒരു സെൽഫി വെച്ചല്ലോ, ഒന്നും കൂടി വെക്കാൻ ഞാൻ. അതായത് ഇത് മരണ വീടുമല്ല, ഒരു വീടുമല്ല, പിന്നെ എന്താണ് പിണറായി നിന്ന് കൊടുക്കാത്തത്? ഇതിനുള്ള ഉത്തരം നീ തരണം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഒരു KSRTC ബസ് ഒരു ലോറിക്ക് ഇങ്ങനെ കുത്തിരാകെ പ്രശ്നമാണ്. നമുക്കത് കേൾക്കാം. നമ്മുടെ ഗതാഗത മന്ത്രി MVD ഒക്കെ ദാണ്ട ഈ KSRTC ബസ് കാണിച്ച തെണ്ടിത്തരം ഒന്നും കണ്ടില്ലേ? ഈ KSRTC ബസ് ഓട്ടിച്ചവന് ദാണ്ട ഈ വീഡിയോ ഒന്ന് ഇരുത്തി കാണിക്കണം. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കണം അവന്റെ കയ്യിൽ ഓട്ടിക്കാൻ കൊടുത്തത് വല്ല 2 വീലർ ആണോ എന്ന്. ഈ KSRTC ബസ് ഓട്ടിച്ചവന്റെ ഒരു നേരത്തെ അഹങ്കാരം കാരണം ഈ ലോറി ചെന്ന് അടുത്ത ട്രാക്കിലൂടെ ഓടി വന്ന ഒരു ടോറസിനെ ഇടിച്ചു. ആ ടോറസിന്റെ പിറകെ കൂടെ വന്ന ഒരു ബൈക്കുകാരന് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത്. അവന് വല്ല ജീവന ആപത്തുണ്ടായി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഇതുപോലെ വല്ല പ്രൈവറ്റ് വാഹനങ്ങളാണ് അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ MVDയും സാറുമാരും ഒക്കെ വന്ന് ഇന്ന് ഒരു മാസത്തെ പഠനമായിരിക്കും. KSRTC ബസ് ഓടിക്കുന്ന ഭൂരിഭാഗം പേരും ഇതൊക്കെ തന്നെയാണ് റോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെയൊക്കെ റോഡിലെ നിയമങ്ങൾ പാലിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ നിരപരാധികളായ ജനങ്ങളുടെ ജീവനാണ് പൊലിയുന്നത്. ഈ പറഞ്ഞത് 100% ശരിയാണ്. ഓക്കെ, ഞാൻ ബൈക്കിൽ പോകുമ്പോൾ പൊന്നുമക്ക ഒരു കാര്യം പറയുകയാണ്, KSRTCൻ്റെ നായ്ക്കളെന്ന് ഞാൻ പറയുകയാണ്. എടാ, നിങ്ങൾക്ക് മക്കളില്ലേ? ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ്. ഇത്തിരി കരുണ തരുന്നില്ല. റോഡ് സൈഡിൽ ബൈക്കിൽ പോകാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. അതായത് ഒരു ഇത്തിരിയെങ്കിലും കരുണ ഇല്ലാത്ത നായ്ക്കളാണ് KSRTC ഡ്രൈവർമാർ. അവന്മാർക്ക് ശമ്പളമല്ല, അതിൽ ഞാൻ പിണറായി വിജയൻ കൈ കൊടുക്കുകയാണ്. അവന്മാർക്ക് സാലറി കൊടുക്കാനേ പറ്റുള്ള ഞാൻ പറയുകയാണ്. നിറകെട്ട വൃത്തികെട്ട ഡ്രൈവർമാരാണ്. ഞാൻ പറഞ്ഞാൽ കൂടി പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നം? നിങ്ങളൊന്ന് ഒരു അപ്പൂപ്പൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അപ്പൂപ്പൻ പറയുന്നത് കേൾക്കാം. ഓക്കെ, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ശത്രു യദു പുതിയ മേയറുടെ ഡ്രൈവറാകുന്നു എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. യദു ചെയ്ത കുറ്റമെന്ന് പറയുന്നത് മേയറുടെ വാഹനം കണ്ടിട്ട് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയായിരുന്നത്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ആ പയ്യനെ വളരെ മാനസികമായി പീഡിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്തു ആര്യ എന്ന മേയർ. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി ജയിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറാക്കി മാറ്റുകയും ചെയ്തതോടുകൂടി അവർക്ക് എന്തെന്നില്ലാത്ത ഒരു അഹങ്കാരം വന്നു ചേർന്നു. അതിന്റെ പരിണാമ ഫലമാണ് ഈ യദു എന്ന പയ്യന് റോഡിൽ തടഞ്ഞു നിർത്തി അവർ ക്രൂരമായി പീഡിപ്പിച്ചത്. പീഡിപ്പിക്കുക മാത്രമല്ല, അവന്റെ പേരിൽ ഒരുപാട് കേസുകൾ എടുക്കുകയും അവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ശക്തമായ നിലപാടുകൾ അവർ സ്വീകരിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ ഇന്നത്തെ കേരളത്തിലെ ട്രാഫിക് ജാമൊക്കെ. തൃശ്ശൂരിൽ നിന്നൊക്കെ 7-8 മണിക്കൂർ കൊണ്ട് അവരുടെ ജീവൻ പണയം വെച്ചാണ് 50 ആവശ്യങ്ങൾക്ക് വരുന്ന 50 യാത്രക്കാരെയും കൊണ്ട് അവർ ഓടുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര ഉയരത്തിൽ തന്നെ കയറിയാലും നമുക്ക് ഇറങ്ങേണ്ടത് താഴോട്ട് തന്നെയാണ്. അത് ചിന്തിക്കാത്തതിന്റെ ഫലമാണ് ആര്യ രാജേന്ദ്രന് ഒരു ഇലക്ഷനിൽ പ്രചരണത്തിനിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. ഈ യദു എന്ന് പറയുന്ന പയ്യന്റെ പേരിൽ എത്രയെത്ര കേസുകളാണ് ഈ MLAയും മേയറും കൂടി ആ പയ്യന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തത്. അധികാരമുണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാം എന്നുള്ള തോന്നൽ ഏതൊരു മനുഷ്യനും ഇന്നല്ലെങ്കിൽ നാളെ താഴേക്ക് വന്നേ പറ്റൂ. അന്ന് ഇതിനെല്ലാം നമ്മൾ മറുപടി പറയേണ്ടി വരും
എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ കള്ളക്കേസുകളിൽ കുടുക്കി വിജയിച്ചിരിക്കുമ്പോൾ നാം ആലോചിക്കണം, എന്നെങ്കിലും ഒരിക്കൽ നമ്മളുടെ നേരെ ഇതൊക്കെ തിരിഞ്ഞു വരുമെന്ന്. ഒരഹങ്കാരിയും അധികകാലം വാണ ചരിത്രം ലോക ചരിത്രത്തിൽ തന്നെയില്ല. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് KSRT ഡ്രൈവർമാരെല്ലാം വളരെ മര്യാദക്കാരാണ്, വളരെ നല്ലവരാണ് എന്നൊന്നും അർത്ഥമില്ല. അവരുടെ ഭാഗത്തും കുറെ തെറ്റുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് ഇനി എന്തായാലും വരുന്നത് അത്ര നല്ല നാളുകളല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യദു എന്ന പയ്യനെ മേയറുടെ ഡ്രൈവർ ആക്കണം എന്നുള്ളത് ഒരുപാട് പേരുടെ മുറവിളിയാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയർക്ക് ഇതിൽ കൂടുതൽ ഒരു തിരിച്ചടി കിട്ടാനില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, എത്രത്തോളം നമ്മൾ മുകളിലേക്ക് കയറുമോ അത്രത്തോളം നമ്മുടെ വീഴ്ചയുടെ ആഘാതവും കൂടും. ലോകത്ത് ഒരിക്കലും ഒരു അഹങ്കാരിയും അമിതകാലം വാണ ചരിത്രം തന്നെയില്ല. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നത് ഇങ്ങനെയാണ്, മേയറിന് 8ന്റെ പണി കിട്ടുമെന്നാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.